സിനിമയുടെ വിശേഷങ്ങളിലേക്ക് വരാം. അതിന് മുമ്പ് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സിനിമയെ സംവിധാനം ചെയ്തിട്ടുണ്ട് താങ്കൾ, അതുപോലെ തന്നെ നാടകത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ രണ്ടിലും കൂടെ വ്യത്യസ്തമായി നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയൊരു മാറ്റം അല്ലെങ്കിൽ ഈ നാടകത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകതയായിട്ട് താങ്കൾക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണ്? നാടകത്തിൻ്റെ ഇത് തന്നെയാണ്. നമ്മളിപ്പം ജീവനുള്ള മനുഷ്യർ, ജീവനുള്ള അഭിനേതാക്കളെ വേദിയിൽ കാണുകയാണ്. അവിടെ ഒരു ഗിവ് ആൻഡ് ടേക്ക് നടക്കുന്നുണ്ട്. നമ്മുടെ ശ്വാസോച്ഛ്വാസം, നാടകം എന്ന് പറയുന്നത് ഓരോ പുനർജനിയാണ്. ഇന്നിപ്പം ഒരു അരങ്ങിൽ നമ്മൾ കാണുന്ന ഒരു തിയേറ്റർ പ്രൊഡക്ഷൻ അല്ല നാളെ കാണുക. കാരണം അതിൽ അഭിനേതാക്കൾ, സാങ്കേതിക പ്രവർത്തകർ അവരുടെ ഇംപ്രൊവൈസേഷനിലൂടെ, അവരുടെ സർഗാത്മകപരമായിട്ടുള്ള മനോധർമ്മത്തിലൂടെ അതിനെ ഒന്നുകൂടി മിഴിവുറ്റതാക്കിയിട്ട് മാറ്റുന്നുണ്ട്. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സിനിമ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബാല്യകാലസഖി പോലുള്ള വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വിഖ്യാതമായിട്ടുള്ള ഒരു കൃതി, മമ്മൂട്ടിയെ പോലെയുള്ള ഒരു വളരെ പ്രതിഭാതനായിട്ടുള്ള ഒരു അഭിനേതാവിനെ വെച്ച് ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ ഫ്രെയിം വെച്ച് അത് ഷൂട്ട് ചെയ്ത് കാര്യം ചെയ്ത് എഡിറ്റേബിളിൽ ചെയ്ത് അതിൻ്റെ ഫൈനൽ മിക്സിങ്ങും എല്ലാം കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ അതിലെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബാല്യകാലസഖി മിനിഞ്ഞാന്നും ഒരു ചാനലിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കോൺക്രീറ്റ് ഉൽപ്പന്നമാണ്. അത് ഞാൻ ചെയ്ത് തീർത്ത് വെച്ചു. പക്ഷേ നാടകം ഓരോ അരങ്ങിലും അത് പുനർജനി എന്ന് പറയുന്ന രീതിയിൽ പുതിയ രീതിയിൽ ഭാവങ്ങളിൽ അത് അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ജീവനുള്ള മനുഷ്യർ, ജീവനുള്ള പ്രേക്ഷകർക്ക് മുന്നിൽ സത്യസന്ധതയോടെ അഭിനയിക്കുന്ന കലയാണ് നാടകം എന്ന് പറയാം. പക്ഷേ സിനിമ അങ്ങനെയല്ലേ എന്ന് വെച്ചാൽ സിനിമയും തീർച്ചയായിട്ടും സിനിമ ആ രീതിയിൽ ഒരുപാട് സാധ്യതകളും അതിൻ്റേതായിട്ടുള്ള സിദ്ധിയും ഒക്കെയുള്ള കലാരൂപമാണ്. പക്ഷേ നാടകത്തിൻ്റെ ജൈവികതയാണ് ഇപ്പോൾ നിങ്ങൾ ചോദിച്ചപ്പം എനിക്ക് എടുത്തു പറയാൻ പറ്റുന്ന അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയാൻ പറ്റും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.